ഹലോ എവ്രിവൺ, കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഫങ്ഷണലിസം, അതെങ്ങനെയാണ് ജോഗ്രഫിക്കകത്ത് പ്രവർത്തിക്കുന്നത്, അതിന് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫങ്ഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, നമുക്കറിയാം. അതിൻ്റെ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ജോഗ്രഫിക്കകത്ത് അതിൻ്റെ റോൾ എന്താണ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്ത് വരുന്നത് ഫങ്ഷിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിൻഷിയോ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേമിൽ നിന്നും ഫങ്കി എന്ന് പറയുന്ന ഒരു രണ്ട് ലാറ്റിൻ ടേമിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഫിൻഷിയെ ആൻഡ് ഫങ്കി എന്ന് പറയുന്ന രണ്ട് ടേമിൽ നിന്നാണ് ഈ ഒരു ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്ത് വരുന്നത്. എന്താ ഫങ്ഷിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഓർ എക്സിക്യൂഷൻ എന്നുള്ളതാണ് അർത്ഥം. ഫങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പെർഫോം ഓർ ടു ഡു എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. സോ ഫങ്ഷണലിസം ലിറ്ററലി മീൻസ് ദ സ്റ്റഡി ഓഫ് വാട്ട് സംതിങ് ഡസ് എന്നുള്ളതാണ്. അപ്പം ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഫങ്ഷണലിസം എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ പല തരത്തിലും ഉപയോഗിക്കാറുണ്ട്. ഫങ്ഷണലിസം എന്ന രണ്ട് ടേമുകൾ, പ്രത്യേകിച്ച് ഫങ്ഷൻ എന്നുള്ളൊരു ടേം പല തരത്തിലും പല സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഓരോ സമയത്തിനും സാഹചര്യത്തിനും സബ്ജക്റ്റിനും അനുസരിച്ച് ഫങ്ഷണലിസം എന്ന് പറയുന്ന ടേമിന് അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്ന ടേമിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണുള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ആ ടേമിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം സമയത്തിനും സാഹചര്യത്തിനും സബ്ജക്റ്റിൻ്റെ സ്വഭാവത്തിനും അനുസരിച്ച് ഫങ്ഷണലിസം അഥവാ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ നമുക്ക് പല തരത്തിലും ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒരു 5 പ്രധാനപ്പെട്ട ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഇറ്റ് റെഫേഴ്സ് ടു എ പബ്ലിക് ഗാദറിംഗ് ഫോർ എ സ്പെസിഫിക് സെറിമോണിയൽ പർപ്പസ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത്, നമ്മൾ നാച്ചുറലി ഫങ്ഷൻ എന്നുള്ളൊരു ടേം എന്തിനാണ് ഉപയോഗിക്കുക? ഒരു പബ്ലിക് ഗാദറിംഗ് അല്ലേ, കുറച്ച് ആളുകൾ ഒന്നിച്ച് ചേരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനെയാണ് നമ്മൾ ഫങ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പൊളിറ്റിക്കൽ സയൻസിലാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്യൂട്ടീസ് അസോസിയേറ്റഡ് വിത്ത് എ ജോബ് ദാറ്റ് ഇൻവോൾവ് ദ എക്സസൈസ് ഓഫ് അതോറിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു അതോറിറ്റി ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡ്യൂട്ടീസിനെയാണ് ഫങ്ഷൻ എന്നതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓരോ സബ്ജക്റ്റും അവയുടെ സ്വഭാവവും മാറുന്നതിനനുസരിച്ച് ഫങ്ഷൻ എന്ന് പറയുന്ന ടേമിന് അതിൻ്റെ മീനിങ്ങിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ജനറലി നമ്മൾ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഗാദറിംഗ് നടക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒക്കേഷനെയാണ് നമ്മൾ ഫങ്ഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു അതോറിറ്റി ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസിനെയാണ് ഫങ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ മാത്തമാറ്റിക്കൽ സെൻസിലാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ വേരിയബിൾ ആൻഡ് അനദർ എന്നുള്ളതാണ്. അപ്പോൾ ഫങ്ഷൻ മാത്തമാറ്റിക്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫങ്ഷൻ എന്നൊരു ടേം മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്നത്. സോഷ്യോളജിയിലും ബയോളജിയിലും ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ മെയിൻ്റനൻസ് ഓഫ് ഓർഗാനിസം എന്നുള്ളതാണ്. അപ്പം ഒരു ഓർഗാനിസത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫങ്ഷൻ എന്നതുകൊണ്ട് സോഷ്യോളജിയിലും ബയോളജിയിലും അർത്ഥമാക്കുന്നത്. ഇനി നമ്മുടെ സബ്ജക്റ്റ് ജോഗ്രഫിക്കകത്ത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് നോക്കാം. ഇറ്റ് ഈസ് സിനോണിമസ് വിത്ത് ഒക്യുപ്പേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ഫങ്ഷൻ എന്നുള്ളൊരു ടേം ജോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം അത് കംപ്ലീറ്റ്ലി ഒരു എക്കണോമിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയി പോയി അല്ലേ. ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ് ഫങ്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ജോഗ്രഫിക്കകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ജനറലി ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ മാത്രമാണ് പറയുന്നതെങ്കിൽ ഫങ്ഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് ഫിലോസഫിക്കകത്ത് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷണലിസം ജനറലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ സിസ്റ്റം വർക്ക് together to
മെയിൻറ്റെയിൻ ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഒരു സിസ്റ്റത്തിനകം, ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് കോമ്പണൻസിൻ്റെ ഒരു അഗ്രഗേഷനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്തെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ ആ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ, ആ ഒരു ഹോളിനെ നിലനിർത്തുന്നതിന് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഫങ്ഷനലിസം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ജോഗ്രഫിക്കകത്ത് വരുന്നത് നമുക്ക് നോക്കാം. ഫങ്ഷനലിസം ഈസ് ആൻ അപ്രോച്ച് ഇൻ ജോഗ്രഫി ദാറ്റ് സ്റ്റഡീസ് എ region or system by focusing on how its parts function together and how each part contribute to the working of the whole system എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് എക്സ്പ്ലെയിൻ പ്ലേസസ് ബൈ ദെയർ ഫങ്ഷൻസ് നോട്ട് ജസ്റ്റ് ബൈ ദെയർ ഫോം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ജോഗ്രഫിക്കകത്ത് ഈ ഫങ്ഷനലിസം എന്ന് പറയുന്ന ടേം വരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥതലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷനലിസം ഇപ്പം റീജൻസിനെ ആണെങ്കിലും സിറ്റീസിനെ ആണെങ്കിലും സൊസൈറ്റീസിനെ ആണെങ്കിലും ഒക്കെ തന്നെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം റീജൻ, സിറ്റീസ്, സൊസൈറ്റി പോലുള്ള മേഖലകളെ, ഒരു സ്പേസിനെ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റഡ് സിസ്റ്റത്തിനകത്ത് ഓരോ കോമ്പണൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക് റോൾ ഉണ്ട്. ഓക്കെ, ആ എൻ്റയർ ആയിട്ടുള്ള സിസ്റ്റവും നിലനിൽക്കുന്നതിന് അതിനകത്തെ ഓരോ കോമ്പണൻസിനും കൃത്യമായിട്ടുള്ള റോളുകൾ ഉണ്ട്. ആ റോളുകൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ, അതെന്തൊക്കെയാണ് റോളുകൾ എന്നുള്ളതാണ് ഫങ്ഷനലിസം എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് എക്സ്പ്ലെയിൻസ് പ്ലേസസ് ബൈ ദെയർ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഓരോ പ്ലേസസിനെയും അത് ചെയ്യുന്നതായിട്ടുള്ള ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോഗ്രഫിയിൽ ഫങ്ഷനലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഓഫ് ഫങ്ഷനലിസം. ഓക്കെ, അപ്പോൾ ഫങ്ഷനലിസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഫങ്ഷനലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ കോമ്പണൻസും എടുക്കുന്ന ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസിനെയാണ് ഇവിടെ ഫങ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ജോഗ്രഫിക്കകത്ത് വരുന്ന സമയത്ത് ഒരു റീജണോ സിറ്റിയോ സൊസൈറ്റിയോ ഇതൊക്കെ തന്നെ ഫങ്ഷനലിസം കാണുന്നത് അതൊരു റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ റീജൺ ആണെങ്കിലും സിറ്റി ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും അതിനകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ഒരു റീജൺ ആയിട്ടും സിറ്റി ആയിട്ടും സൊസൈറ്റി ആയിട്ടും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ കോമ്പണൻസും ചെയ്യുന്നതായ സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ റോളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫങ്ഷനലിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് സൊസൈറ്റീസ് ഷുഡ് ബി എക്സാമിൻഡ് ഹോളിസ്റ്റിക്കലി ഇൻ ആൻ റിലേറ്റഡ് സിസ്റ്റം ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ് വരുന്നുണ്ട്, സൊസൈറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് പറയുന്നു. ദെൻ അടുത്തത് പൊസഷൻ ഈസ് റെസിപ്രോക്കൽ ആൻഡ് ഇൻ മെനി ഇൻസ്റ്റൻസ് മൾട്ടിപ്പിൾ എന്നുള്ളതാണ്. അപ്പം ഇവിടെ പൊസഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പാണ്. ഈ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈംസ് ഒരു സിസ്റ്റത്തിനകത്ത് നടക്കാറുണ്ട് എന്നുള്ളതാണ്. ദെൻ സോഷ്യൽ സിസ്റ്റംസ് ആർ ജനറലി ഇൻ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പം ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് ഒരു സന്തുലനാവസ്ഥ നിലനിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഒരു സന്തുലനാവസ്ഥ നിലനിന്നാലാണ് ഒരു എൻ്റയർ ആയിട്ടുള്ള സിസ്റ്റം നിലനിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ ദ ഫങ്ഷനലിസ്റ്റ് ആർ ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് എ സൊസൈറ്റി ബട്ട് മോർ കൺസേൺഡ് വിത്ത് സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫങ്ഷനലിസ്റ്റുകൾ ഒരു റീജണിനെ, സിറ്റീനെ ആൻഡ് സൊസൈറ്റീസിനെ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ആ പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് അവർക്ക് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അവർ അതിൻ്റെ ഇൻ്ററാക്ഷനെയാണ് കുറച്ചുകൂടെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ പരസ്പരം, ഇപ്പം ഒരു ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, ഇതൊക്കെ എങ്ങനെയാണ് പരസ്പരം ഒരു റീജണിനകത്ത് ഇൻ്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷനലിസ്റ്റിന് ഹിസ്റ്ററിയെ വലുതായിട്ട് ശ്രദ്ധയില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ദ ഫങ്ഷനലിസ്റ്റ് attempt to find the interrelationship between the compounds of social structure എന്നുള്ളതാണ്. അപ്പം ഒരു സോഷ്യൽ സ്ട്രക്ചറിനകത്ത് വരുന്നതായ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഈ ഫങ്ഷനലിസ്റ്റുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫങ്ഷനലിസം എന്ന ടേം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. ഒരു സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് ഓരോ കോമ്പണൻസും വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്
എങ്ങനെയാണ് ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ നിന്ന് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഫങ്ഷനലിസം എന്ന് പറയുന്നത്. ആ ഫങ്ഷനലിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഈ ഫങ്ഷനലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ജോഗ്രഫിക്കകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജീൻ ബ്രൂഞ്ചസ് ആണ്. ഓക്കെ, അപ്പം ജീൻ ബ്രൂഞ്ചസ് അദ്ദേഹത്തിൻ്റെ ലാ ജോഗ്രഫിക്ക ഹ്യൂമൈൻ എന്ന് പറയുന്ന ഒരു പുസ്തകം 1910 പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ്. ഈ പുസ്തകത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഫങ്ഷനലിസത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ അദ്ദേഹം നൽകിയിട്ടുള്ളത് ഹ്യൂമൻ ജോഗ്രഫിക്കകത്ത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 19th 20th സെഞ്ച്വറിയുടെ സമയങ്ങളിൽ ഫ്രഞ്ച് സ്കോളേഴ്സും ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫങ്ഷനലിസം എന്ന് പറയുന്ന ഒരു ടേമിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് ജോഗ്രഫേഴ്സ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഈ ഫങ്ഷനലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജീൻ ബ്രൂഞ്ചസ്. ഹ്യൂമൻ ജോഗ്രഫിക്കകത്താണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഓഗസ്റ്റ് കൊമറ്റെ, അദ്ദേഹം ഇൻഡയറക്ട്ലി ഫങ്ഷനലിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് കൊമറ്റയുടെ അടിസ്ഥാനത്തിലും സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. സോ ഓഗസ്റ്റ് കൊമറ്റയും ഇൻഡയറക്ട്ലി ഫങ്ഷനലിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ദെൻ നമ്മൾ മുന്നേ പഠിച്ച പോൾ വൈഡൽ ഡി ലാ ബ്ലാഷിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ, ജെനറേ ഡി വയ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ആ ലൈഫ് സ്റ്റൈൽ എന്തുകൊണ്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഓരോ റീജൻസിനെയും അതിൻ്റെ ഫങ്ഷൻസിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് രൂപപ്പെടുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആ ലൈഫ് സ്റ്റൈലിൽ വരുന്നത്. സോ പോൾ വൈഡൽ ഡി ലാ ബ്ലാഷിനെ ഉൾപ്പെടെ നമുക്ക് ഇതിൻ്റെ ഒരു ഫങ്ഷനലിസത്തിൻ്റെ ഒരു വക്താവായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇതിനെ ഡയറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എഡ്വേർഡ് ഉൾമാൻ. അദ്ദേഹത്തിൻ്റെ സ്പേഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ ഉണ്ട് അല്ലേ, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിൽ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ആ പ്രദേശത്തിനകത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇൻ്ററാക്ഷന് കാരണമാകുന്നത് എന്ന് പഠിക്കുന്ന ഒരു തിയറിയാണ് സ്പേഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കോംപ്ലിമെൻറ്റാരിറ്റി, ട്രാൻസ്ഫറബിലിറ്റി, ഇൻ്റർവെനിങ് ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ വിവിധ തരത്തിലുള്ള അതിൻ്റെ ഘടകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ജീൻ ബ്രൂഞ്ചസും പോൾ വൈഡൽ ഡി ലാ ബ്ലാഷും എഡ്വേർഡ് ഉൾമാനും ഒക്കെ ഈ ഫങ്ഷനലിസ്റ്റുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ റിച്ചാർഡ് ഹാച്ചോണിൻ്റെ ഏരിയൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയും ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 19 to 20 നൂറ്റാണ്ടുകളിലാണ് ഈ ഫങ്ഷനലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഫ്രഞ്ച് സ്കോളേഴ്സ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം റീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞ് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം റീജിയൻ എന്ന ആ ഒരു ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിൽ ഫങ്ഷൻസിൻ്റെയും ഓരോ ആക്ടിവിറ്റീസിൻ്റെയും യുണീക്നെസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മളൊരു റീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. സോ റീജിയൻ എന്ന് പറയുന്ന ടേം ഫങ്ഷനലിസത്തോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പല വ്യക്തികളും ഈ ഫങ്ഷനലിസ്റ്റുകളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തായിട്ട് ഫങ്ഷനലിസത്തിന് ഒരു 6 ഇൻ്റർറിലേറ്റഡ് കോൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ 6 ഇൻ്റർറിലേറ്റഡ് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദസ് ഐഡിയാസ് ആർ കണക്റ്റഡ് ആൻഡ് വർക്ക് ടുഗദർ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഐഡിയാസുകൾ പരസ്പരം കണക്ട് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫങ്ഷനലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലനിന്ന് പോരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നാണ് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ജോഗ്രഫിക്കലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എവ്രി പാർട്ട് ഓഫ് സൊസൈറ്റി ഹാസ് എ റോൾ ഓഫ് പർപ്പസ് അല്ലെ. ഒരു സൊസൈറ്റിയുടെ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു റോളും അതിൻ്റെതായിട്ടുള്ളൊരു പർപ്പസും ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിപ്പം മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിലും മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നേച്ചറുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു സിസ്റ്റത്തിനകത്തെ ഓരോ പാർട്സിനും ഓരോ ധർമ്മങ്ങളുണ്ട്. ഓക്കെ, ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ റോൾ ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഒന്നാമത്തെ കോൺസെപ്റ്റാണ്. രണ്ടാമത്തത് ഫങ്ഷണൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. രണ്ടാമത്തെ ഫങ്ഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ്. അതായത് ഇപ്പം സൊസൈറ്റിക്കകത്തെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ചെയ്യേണ്ട ഒരു ധർമ്മത്തിൽ നിന്നും അവർ ഫെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാമിലിയിൽ നിന്ന്
കുറേ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫാമിലിയിൽ നിന്നാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. പക്ഷെ ആ പഠിപ്പിച്ച് തുടങ്ങേണ്ട സമയത്ത് പാരൻസ് കൃത്യമായിട്ട് ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു വിവേചന ബുദ്ധി നമ്മൾ അവരിൽ വളർത്തിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ധർമ്മങ്ങൾ പിന്നെ ചെയ്യുന്നത് സ്കൂളുകളാണ്. ഓക്കെ, അപ്പം ഫാമിലി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ വളർത്തിയെടുക്കുക, ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു മനുഷ്യനെ, മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയെ വാർത്തെടുക്കുക എന്നുള്ളത് ഫാമിലി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും അടുത്ത അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്കൂളുകൾക്കാണ്. ഓക്കെ, വിദ്യാലയങ്ങൾക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ രണ്ടാമത്തെ ഫങ്ഷണൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇഫ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെയിൽസ് അനദർ ക്യാൻ റീപ്ലേസ് ഇറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ ഫാമിലിയും സ്കൂളുകളും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം എന്ന് പറയുന്നത്. then അടുത്തത് ഗോൾസ് ആണ് അല്ലേ. സൊസൈറ്റിക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവും. ആ ഗോള് ഒന്നില്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് തന്നെയായിരിക്കും. സോ ഒരു ഗോൾ ഉണ്ട്, സൊസൈറ്റി വർക്ക്സ് ടുവേർഡ്സ് ദാറ്റ് കോമൺ ഗോൾ എന്നുള്ളതാണ്. ദെൻ അടുത്ത നാലാമത്തെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് റെഗുലേഷൻ സ്റ്റാറ്റസ് ക്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പം സ്റ്റാറ്റസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് സിസ്റ്റം എന്നാണ് ആ ഒരു ടേമിൻ്റെ അർത്ഥം. അതായത് ഇപ്പം നിലവിൽ സൊസൈറ്റി ഫോളോ ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ചില ഫങ്ഷൻസ് അവരെന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മൾ കോൺസെപ്റ്റുകളാണ് ഫങ്ഷണലിസത്തിൻ്റെ ഒരു ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. അതിൽ നാലാമത്തെ കോൺസെപ്റ്റ് പറയുന്നത് ഓൾറെഡി ആ സൊസൈറ്റിക്കകത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, ആ സൊസൈറ്റിയുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുമെന്നുള്ളതാണ്. ദെൻ അഡാപ്റ്റേഷൻ ആണ്. അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസിനനുസരിച്ച് സൊസൈറ്റി എന്ത് ചെയ്യും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് ഈ അഡാപ്റ്റേഷൻ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൊസൈറ്റി ആർ കോർഡിനേറ്റഡ് ആൻഡ് കണക്റ്റഡ് എന്നുള്ളതാണ് അല്ലേ. സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള കോമ്പണൻസിൻ്റെ ഒരു ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം 6 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചു. അതായത് ഫങ്ഷൻസ് എന്ന് പറയുമ്പം എല്ലാ സൊസൈറ്റിക്കും സൊസൈറ്റിയുടെ എല്ലാ പാർട്ടിനും ഒരു റോൾ ആൻഡ് പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിൽ ഏതെങ്കിലും ഒരു ഭാഗം, അതിൻ്റെ ധർമ്മം, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഒരു ഫങ്ഷൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ആ സൊസൈറ്റിക്കകത്ത് ഉണ്ടാവും. ദെൻ അടുത്തത് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു റീജിയൻ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദെൻ ഓരോ റീജിയൻ്റെയും ഓരോ സൊസൈറ്റിയുടെയും ആ ഒരു നിലവിലുള്ള പാറ്റേൺസിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് നടക്കും. ദെൻ അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാകുന്നു എന്നുള്ളതാണ്. ദെൻ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പം സൊസൈറ്റി അല്ലെങ്കിൽ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിൻ്റെ കോർഡിനേറ്റഡ് ആൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻ്റഗ്രേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഫങ്ഷണലിസം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഫങ്ഷണലിസം എന്ന് പറയുമ്പം ഫങ്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം ഒരു റീജിയൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് ഓരോ കോമ്പണൻസിനുമുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫങ്ഷണലിസം എന്ന് വിളിക്കുന്നത്. ജോഗ്രഫിക്കകത്ത് ഓരോ റീജിയനെയും സിറ്റിനെയും എല്ലാ കോൺസെപ്റ്റുകളെയും ഇത്തരത്തിൽ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓരോ ഡ്യൂട്ടീസ് ഉള്ള, റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റമായിട്ടാണ് ഫങ്ഷണലിസം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് പഠിക്കുന്ന മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാടാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. പോസിറ്റിവിസം നമ്മൾ പഠിച്ചു, പ്രാഗ്മാറ്റിസം പഠിച്ചിട്ടുണ്ട്, ഫങ്ഷണലിസം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അക്വയർ ചെയ്യുന്ന നോളേജ് എന്ന് പറയുന്നത്, നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളേജ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഇമ്പീരിക്കൽ ആയിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം എന്നുള്ളതാണ്. ദാറ്റ് മീൻ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന, വാല്യൂ ചെയ്യാൻ കഴിയുന്ന, ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന നോളേജിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചിന്താധാരയാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഓർ തിയറി വാലിഡ് ആവണമെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് തിയറി ഒരു പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയിലുള്ള ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നതിന് ഉപകാരപ്പെടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫങ്ഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരു റീജിയൻ
ഫങ്ഷൻ ചെയ്യുന്നത് ഒരു റീജിയൻ എന്ന് പറയുന്നത് ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പണൻസിനും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഫങ്ഷനലിസം. ഓക്കെ, അപ്പോൾ പോസിറ്റിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറിയോ കോൺസെപ്റ്റോ എന്തും ആയിക്കൊള്ളട്ടെ അതെന്തായിരിക്കണം, മെഷറബിളും ഒബ്സർവബിളും ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാനും കഴിയുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അതിനെ മാത്രമേ നോളേജ് ആയിട്ട് പോസിറ്റിവിസം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രാഗ്മാറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വാലിഡ് ആയിട്ടുള്ള നോളേജ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു റിയാലിറ്റിയിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ഫങ്ഷനലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ആണ് എന്നും അതിൽ ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട് എന്നും ഈ ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആ പ്രദേശത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്നുമാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാഴ്ചപ്പാടുകളും ജോഗ്രഫിക്കകത്ത് വളരെ വലിയ മാറ്റങ്ങൾക്കും പുതിയ പുതിയ ചിന്താധാരകൾ രൂപപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഫങ്ഷനലിസം ഇൻ ജോഗ്രഫി എക്സ്പ്ലെയിൻസ് ഹൗ ഡിഫറെൻറ്റ് റീജൻസ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഫങ്ഷൻ ടുഗദർ ആസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ ഫങ്ഷനലിസം എന്ന കാഴ്ചപ്പാട് ജോഗ്രഫിക്കകത്ത് അവതരിപ്പിക്കപ്പെടുമ്പം അവർ ജോഗ്രഫിയെ നോക്കിക്കാണുന്നത്, ഇപ്പം ജോഗ്രഫിക്കകത്തെ എല്ലാ സാധനങ്ങളും ഒരു പരസ്പര ബന്ധം അല്ലെങ്കിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പണൻസും അവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ ചെയ്യുന്നതായ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ടാണ് ഫങ്ഷനലിസം ജോഗ്രഫിയെ കാണുന്നത്. ഇപ്പം ഒരു റീജിയൻ എന്ന് വിചാരിക്കുന്നു, ആ റീജിയനകത്ത് കുറേ ചെറിയ കോമ്പണൻസ് ഉണ്ട്. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, ഒക്യുപ്പേഷൻ, അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ കോമ്പണൻസും ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് ആ ഒരു സംവിധാനം, ആ ഒരു സിസ്റ്റം എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫങ്ഷനലിസം എന്ന് പറയുന്നത്. ഹവർ ഇറ്റ് ഈസ് ലിമിറ്റഡ് ബിക്കോസ് ഇറ്റ് ഓവർലുക്സ് പവർ റിലേഷൻസ്, ഇനീക്വാലിറ്റി ആൻഡ് ഡൈനാമിക് സ്പേഷ്യൽ ചേഞ്ചസ് എന്നുള്ളതാണ്. അപ്പം ഇതിന് കുറേ ക്രിറ്റിസിസംസും ഉണ്ട്. ആ ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് ഒരു ഓവർലുക്ക് ചെയ്യാണ് പവറിനെ അല്ലെങ്കിൽ ഒരു ഇനീക്വാലിറ്റിയെ, ഒരു സ്പേഷ്യൽ ചേഞ്ചിനെയൊക്കെ ഓവർലുക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു പോരായ്മ ഈ ഒരു ഫങ്ഷനലിസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ സിസ്റ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഓരോ ചെറിയ പാർട്ടിന് പോലും ഓവർ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഫങ്ഷനലിസത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു പോരായ്മയാണ്. ഓക്കെ, അപ്പം ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള എങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന കുറേ കോൺസെപ്റ്റുകളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.